വേദിയിലെ എൻ്റെ പ്രിയങ്കരരായ സർവാദരണീയരായ നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങൾ കഴിഞ്ഞുപോയ ഒരു വേദിയാണിത്. അതിനൊപ്പം ദിവസങ്ങളായി ഒരു നിയോജക മണ്ഡലം, ഒരു സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും പരിപാടികളും സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ നടത്തി ഇത്ര മനോഹരമായ ഒരു സമ്മേളനത്തിലേക്ക് വേദിയൊരുക്കിയ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ബഹുമാന്യനായ സിറാജ് സേഠ് സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. വർത്തമാന ഇന്ത്യ, വർത്തമാന കേരളം ചർച്ച ചെയ്യേണ്ടുന്ന അനിവാര്യമായ ഒരുപാട് സൂചകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. പറഞ്ഞു നിർത്തിയതുപോലെ 66 കൊല്ലക്കാലത്തിലെ ദീർഘമായ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. 66 കൊല്ലം എന്ന് പറയുന്നത് 67 കൊല്ലം വയസ്സുള്ള ഒരു രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ 67 വയസ്സുള്ള രാജ്യവും 66 വയസ്സുള്ള ഒരു ഓർഗനൈസേഷനും, ഒരു സംഘടനയും എന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ കാതലും കരുത്തുമൊക്കെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് കൊണ്ട് അളക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടന ഒരുപാട് ആരോപണങ്ങളുടെയും എതിർപ്പുകളുടെയും ഇടയിലൂടെ അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ 2013 എത്തി നിൽക്കുന്നത്. എതിർപ്പുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ എതിർക്കുകയും എതിർക്കപ്പെടുകയുമൊക്കെ ലീഗിന്റെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. മുസ്ലിം ലീഗിനെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം, മാർക്സിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് എതിർക്കണം, കോൺഗ്രസിനെ CPI എതിർക്കണം. ഇതൊക്കെ ഒരു സ്വാഭാവികമായ ജനാധിപത്യത്തിന്റെ സക്രിയ ഭാവങ്ങളാണ്. ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സോഷ്യലിസ്റ്റ് ജനതക്കുമൊക്കെ. ഈ സമ്മേളനത്തിൽ വന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഭിവാദ്യം ചെയ്തു പോകുമ്പോഴും ജനാധിപത്യപരമായ വിയോജിപ്പുകൾ കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള യോജിപ്പാണ് അവിടെ കാണുന്നത്. അതല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ കൊടിക്ക് 3 വർണ്ണവും ലീഗിന്റെ കൊടിക്ക് പച്ചയും ഉണ്ടാവേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പേര് വേറെയും ലീഗിന്റെ പേര് വേറെയും, കോൺഗ്രസിന്റെ നേതാക്കൾ വേറെയും ലീഗിന്റെ നേതാക്കൾ വേറെയും, പദ്ധതികളും പരിപാടികളും ഒക്കെ വേറെയാവേണ്ട കാര്യമില്ല. എതിർപ്പുകൾ സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ. ആ എതിർപ്പുകളെ സംഘടനക്കും രാജ്യത്തിനും ഗുണകരമായി പരിവർത്തിപ്പിക്കേണ്ടത് എങ്ങനെ എന്നതാണ് ജനാധിപത്യ രാജ്യത്ത് പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു ഗുണകരമായ രീതി. വ്യത്യസ്തമായ 2 ചേരികളിൽ നിൽക്കുന്ന 2 സംഘടന, ഒരു ഭാഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറുഭാഗത്ത് ഇന്ത്യൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും. ആ 2 സംഘടനകൾ 2 മുന്നണികളുടെ പാർട്ടായിരുന്നു. 2 സംഘടനകളും ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങൾ ഒന്നായിരുന്നു. എന്നിട്ടും EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ സംഘടനയോട്, സംഘടന പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തോട് തന്റെ കൃത്യമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. നമ്പൂതിരിപ്പാടിന് മറച്ചു നിൽക്കേണ്ടി വന്ന കാര്യമല്ല. നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ എതിർത്തു എന്നത് ഒരു ലീഗുകാരന് വിരോധമുണ്ടാകുന്ന കാര്യമാണ്. നമ്പൂതിരിപ്പാടിനോട് ഒരു മുസ്ലിം ലീഗുകാരന് ദേഷ്യമുണ്ടാകും. അദ്ദേഹം ശരീഅത്തിനെ എതിർത്തു, അദ്ദേഹം ഖുർആനിന്റെ അമാനുഷികതയെ എതിർത്തു, അദ്ദേഹം മുസ്ലിം സംഘടനത്തെ എതിർത്തു. ലീഗുകാർക്ക് എത്രയേറെ ദേഷ്യമുണ്ടായിരുന്നാലും നമ്പൂതിരിപ്പാട് ഒരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നത് വസ്തുതയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മുസ്ലിം ലീഗിനെ അംഗീകരിക്കാനാവില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ശരീഅത്തിനെയോ വിശുദ്ധ ഖുർആനെയോ ഒരു സംഘടനത്തെയോ അംഗീകരിക്കാനാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. എല്ലാത്തിലും ഒരു ഈമാന്റെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്പൂതിരിപ്പാട് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ജനാധിപത്യ ഡിബേറ്റിന്റെ സാധ്യതയെ തുറന്നത്.
അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായപ്പോൾ പോലും തന്റെ വാദഗതികളിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ലീഗിനെ എതിർക്കുമ്പോഴും ഒരു സമൂഹത്തിൽ കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദയായിരുന്നു അത്. നിർഭാഗ്യവശാൽ അത്തരം പൊതു ഡിബേറ്റുകൾക്ക് പകരം കർട്ടനുകൾക്ക് പിറകിലുള്ള ഗൂഢാലോചനകളുടെ ചർച്ചകളുടെ വേദിയായി കേരളം മാറുന്നു എന്നതാണ് അമ്പൂതിരിപ്പാടിൽ നിന്ന് പിണറായി വിജയനിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുമ്പോൾ ഉണ്ടാകുന്ന ദുര്യോഗം എന്നതാണ് വിഷയം. ഡിബേറ്റുകളുടെ സാധ്യതയെ അടക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തെ പരിശോധിച്ചാൽ 1990-കൾക്ക് മുമ്പുള്ള ഇന്ത്യ, 90-കൾക്ക് ശേഷമുള്ള ഇന്ത്യ എന്ന് വിലയിരുത്തേണ്ടി വരും. 90-കൾക്ക് ശേഷമാണ് ബാബരി മസ്ജിദ് ഒരു വലിയ ചർച്ചയും വികാരവുമായി ഇന്ത്യയിലെ മുസൽമാന്റെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്, ഇന്ത്യയിലെ സെക്യുലറിസ്റ്റുകളുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. ബാബരിക്ക് മുമ്പുള്ള ഇന്ത്യയും ബാബരിക്ക് ശേഷമുള്ള ഇന്ത്യയും അങ്ങനെ പറയേണ്ടി വരും. 90-കൾക്ക് ശേഷം കേരളക്കരയിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി സ്വീകരിച്ച സമീപനങ്ങൾ, ലീഗിന്റെ ഒരു റാത്തലിറച്ചയ്ക്കു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി അതിനുശേഷം സ്വീകരിച്ച സമീപനങ്ങൾ ഒന്ന് പരിശോധിക്കാം. എന്താണ് കേരളക്കരയിൽ ആരോഗ്യകരമായി നടക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ തർക്കത്തെ അനാരോഗ്യകരമാക്കി മാറ്റിയതിന്റെ പരിണിത ഫലങ്ങൾ? കേരളത്തിൽ സാമുദായിക ദുർവീകരണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു, ജാതീയമായ നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു. ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ആനുകൂല്യം, അത് സർവീസ് സംഘടനകളുടെയോ സർവീസ് രംഗത്തോ അല്ല, ഒരു കിണർ കുത്തിയാൽ, ഒരു റോഡ് ഉണ്ടാക്കിയാൽ, ഒരു പാലമുണ്ടാക്കിയാൽ അതുപോലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തർക്കം നടക്കുന്ന വിധത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മീഡിയ നിരീക്ഷകന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയതിന്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ പറയണം. മുസ്ലിം ലീഗ് പാർട്ടിയാണോ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിന്റെ, അവരുടെ നിഷ്പക്ഷ ബുദ്ധിയോട് ഞാൻ ചോദിക്കട്ടെ, ഈ സാമുദായികതയുടെ മാറ്റം ഉണ്ടാക്കിയത്, സാമുദായിക സംഘടനത്തിന്റെ വർത്തമാനങ്ങൾ ഉണ്ടായത്, സാമുദായിക ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ ഉണ്ടായത് ആരുടെ പരിശ്രമം കൊണ്ടാണ്? മുസ്ലിം ലീഗ് പാർട്ടിക്ക് അതിലുണ്ടായിരുന്ന പങ്കെന്താണ്? ലീഗ് പാർട്ടി എന്ത് റോളാണ് അതിനകത്തെടുത്തത് ഈ ധ്രുവീകരണങ്ങൾ ഉണ്ടാവാൻ, ഈ ചർച്ചയുണ്ടാവാൻ? ഞാൻ പറയട്ടെ, ബാബരി മസ്ജിദിന്റെ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടമുണ്ടാകുന്ന സമയത്ത്, ആ സമയം മുതൽ ഇന്നുവരെ മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലീഗ് എടുക്കുന്ന എഫേർട്ട് എന്താണ്? ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ തകർക്കാം, ലീഗിന്റെ കൊടി അടിച്ചു മാറ്റാം, പക്ഷേ ഈ കൂടിയ ജനക്കൂട്ടം മാത്രമല്ല, കേരളത്തിന്റെ തെരുവുകളിൽ മുസ്ലിം ലീഗിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകും? ഞാൻ പിണറായി വിജയനോട് ചോദിക്കട്ടെ, പിണറായി വിജയനെ മുസ്ലിം ലീഗ് പാർട്ടി പിരിച്ചുവിട്ടാൽ ഈ ചെറുപ്പക്കാരെ CPM-ൽ ചേർക്കാൻ കഴിയുമോ? കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ആരാണ് ഈ ചെറുപ്പക്കാരെ റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? കോൺഗ്രസ് ആണോ? CPM ആണോ? CPI ആണോ? ആരാണ് അവർക്ക് പിന്നാലെ പോകുന്നത്? ആരുടെ കൂടെയാണ് അവർ പോകാൻ ഇടയുള്ളത്? അവിടെയാണ് ചർച്ച നടക്കേണ്ടത്. അവിടെയാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. രണ്ട് ഗൗരവത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ സംഘാടനവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. അതിലൊന്ന്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൈനോറിറ്റിയാണ്. അതൊരു വലിയ പാതകമൊന്നുമല്ല, പക്ഷെ മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? മൈനോറിറ്റീസ് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെവിടെയുമുള്ള മൈനോറിറ്റീസ്, മുസ്ലിങ്ങളാവണമെന്നില്ല, ഹിന്ദുക്കളാകണമെന്നില്ല, ക്രിസ്ത്യാനികളാകണമെന്നില്ല, ആരുമാവട്ടെ, ലോകത്തിലെവിടെയുമുള്ള മൈനോറിറ്റീസ് സ്വാഭാവികമായി അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഇൻസെക്യൂരിറ്റിയാണ്. ആ ഇൻസെക്യൂരിറ്റി ഇന്ത്യയിൽ കാശ്മീരിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അമേരിക്കയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിലെവിടെയുമുള്ള മൈനോറിറ്റി എന്ന് പറയുന്നത് ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ളവരാണ്. സ്വാഭാവികമാണത്. അത്തരം ഒരു ഇൻസെക്യൂരിറ്റി അവർക്കിടയിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിത്തുകൾ വരാൻ ഒരു പ്രൊട്ടക്ഷന്റെ പേരിൽ, ഒരു സംരക്ഷണത്തിന്റെ പേരിൽ, ഒരു പ്രിക്കോഷന്റെ പേരിൽ അവർക്കിടയിൽ തീവ്രവാദത്തെ വളർത്തുക എന്നത് പ്രയാസമല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മൈനോറിറ്റിയുടെ കൂടെ നിൽക്കണം, അവൻ ആത്മവിശ്വാസം പകർന്നു കൊടുക്കണം, അവൻ ഈ രാജ്യത്തിന്റെ പങ്കാളിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. രാജ്യത്തു നിന്ന് വിഭജിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ അവന് കിട്ടുമെന്ന് അവന് ഉറപ്പ് കൊടുക്കണം. രാജ്യത്തുണ്ടാക്കുന്ന പാലം, രാജ്യത്തുണ്ടാക്കുന്ന റോഡ്, രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ നിർമ്മാണാത്മകതയുടെ ഫലമായി വരുന്ന വിധത്തിലേക്ക് അവനെ മാനസികമായി പരിവർത്തനം ചെയ്യണം. മുസ്ലിം ലീഗ് അഭിമുഖീകരിക്കുന്ന ഗൗരവപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. ഈ ഇൻസെക്യൂരിറ്റികളുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അവൻ ആത്മവിശ്വാസം നൽകുകയും അവനെ രാജ്യത്തിന്റെ ഉത്തമ പൗരനാക്കിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു കർമ്മം. രണ്ടാമത്തെ കർമ്മം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, അതല്ലെങ്കിൽ ഏഷ്യയിൽ, അങ്ങനെയല്ല. മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ആഗോള സമുദായമാണ്. സമുദായം എന്നാൽ അവർക്കൊരു അല്ലാഹുവാണ്. അത് ഈ കേരളക്കരയിൽ മാത്രമുള്ള മുസ്ലിമാനല്ല,
ലോകത്തെവിടെയുമുള്ള മുസൽമാൻ, ഒരു അല്ലാഹു, ഒരു അന്ത്യപ്രവാചകൻ, ഒരൊറ്റ ഖുർആൻ, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഒരു വ്യത്യാസവുമില്ല. അവൻ ഓതുന്ന ഖുർആനിന് വള്ളിപ്പുള്ളിയുടെ തെറ്റില്ല. അവൻ ഒരു മക്കയാണ്, അവനൊരു മദീനയാണ്, അവനൊരു കഅബയാണ്, അവനെടുക്കുന്ന ഹജ്ജ്, അവനെടുക്കുന്ന ഉംറ എല്ലാം ഒരുപോലെയാണ്. അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് ചൊല്ലിയാണ്. ഒരു വ്യത്യാസവുമില്ല. അവന്റെ രൂപങ്ങൾ ഉണ്ടാവാം, ഭാവങ്ങൾ ഉണ്ടാകാം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അത് ഖുർആൻ തന്നെ സമ്മതിക്കുന്നതാണ്. നിങ്ങളിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, വ്യത്യസ്ത രീതികൾ, ഭാഷ, ദേശം, വർഗം, വർണ്ണമൊക്കെയുണ്ട്. അത് ഖുർആൻ തന്നെ പറയുന്നു. പക്ഷേ അവർ ഒരു കൗമാണ്, ഒരു ഉമ്മത്താണ്, ലോകത്ത് മുഴുവനുള്ളവൻ. അതുകൊണ്ട് തന്നെ ഈ സാമുദായികമായ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാമുദായിക വൈകാരികത കേരളത്തിലെ മുസൽമാൻ, ഇന്ത്യയിലെ മുസൽമാൻ അവനെ ബാധിച്ചുകൊണ്ടിരിക്കില്ലേ? പാലസ്തീന്റെ മണ്ണിൽ മുസൽമാൻ പിടയുമ്പോ, അവന്റെ തലക്ക് മുകളിൽ ഇസ്രായേലിന്റെ ബോംബുകൾ വന്ന് വീടുമ്പോ, അങ്ങ് അഫ്ഗാന്റെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടുമ്പോ, അങ്ങ് ഇറാഖിന്റെ മണ്ണിൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോ, ലോകത്തിലെവിടെയുമുള്ള ഒരു ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്ന നിലക്ക് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ അവനെ ബാധിക്കും. ലീഗ് രാഷ്ട്രീയ പാർട്ടി അവനെ സംവരണത്തിന്റെ പാതയിൽ, വികസനത്തിന്റെ പാതയിൽ അവനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അതിനിടയിൽ ചില വർത്തമാനങ്ങൾ ഉണ്ടാകും, ചില ചർച്ചകൾ അപ്പോഴാവാം ഇറാഖ്. ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട്, അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മുസ്ലിം ചലനങ്ങളെ, രീതികളെ ഏതു തരത്തിലാണ് കേരളത്തിലെ മുസ്ലിം മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന ഒരു മുസ്ലിം സെന്റിമെന്റ്സിനെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തേക്ക് വർജിച്ചിട്ട് അവർക്കിടയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്കിടയിൽ രാജ്യവിരുദ്ധമായോ സാമുദായിക വിരുദ്ധമായോ സമുദായങ്ങൾക്കിടയിലോ ഉള്ള ഒരു സ്പർദ്ധയുടെ അടയാളങ്ങളിലേക്കും അവരെ കൊണ്ടുപോകാതെ അതിന് ശാസ്ത്രീയമായി അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലീഗ്. മുസ്ലിം ലീഗ് പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളോ സദ്ദാം ഹുസൈനോട് മാറ്റിസ്റ്റുകാരന്റെ സ്നേഹം എന്താണ്, ഇഷ്ടം എന്താണ്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണ്? ലിബിയയോട്, അഫ്ഗാനോട്, ഫലസ്തീനോട്, സൗദി അറേബ്യയോട് നിങ്ങൾക്ക് ആരോടാണ്? നിങ്ങൾ പറ. ആരോടും നിങ്ങൾക്ക് അടിസ്ഥാനപരമായ സ്നേഹമോ ഇഷ്ടമോ ഇല്ല. പക്ഷേ സദ്ദാം ഹുസൈനെ കേരളത്തിന്റെ തെരുവുകളിൽ വിറ്റവർ നിങ്ങളാണ്. എന്തിനു വേണ്ടി? അതൊരു മുസ്ലിം സെന്റിമെന്റ്സ് ആണ്. ആർക്കു വേണ്ടി? വോട്ടുകൾക്ക് വേണ്ടി. ആ സെന്റിമെന്റ്സിന് നിങ്ങൾ കച്ചവടം ചെയ്തു, ഫലസ്തീൻ നിങ്ങൾ കച്ചവടം ചെയ്തു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾ എന്തുകൊണ്ട് അറബ് വസന്തത്തെ നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ല, ചർച്ചക്ക് വന്നില്ല? നിങ്ങൾ ഫലസ്തീൻ ചർച്ച ചെയ്യുമ്പോൾ, നിങ്ങൾ ഇവിടെ സദ്ദാം ഹുസൈൻ ചർച്ച ചെയ്യുമ്പോൾ, നിങ്ങൾ ലിബിയ ഡിസ്കസ് ചെയ്യുമ്പോൾ, നിങ്ങൾ അഫ്ഗാൻ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അറബ് വസന്തത്തെ ചർച്ച ചെയ്തില്ല? ഞങ്ങളത് ചർച്ച ചെയ്തല്ലോ. അറബ് വസന്തം ലോകത്തിലെ മുസൽമാന് മലയാളം മാതൃകയായ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുന്നതാണ്. അറബ് വസന്തം തുണീഷ്യയുടെ മണ്ണിൽ, അറബ് രാജ്യങ്ങളിൽ അവിടുത്തെ ജനാധിപത്യത്തിനു വേണ്ടി ത്രസിക്കുന്ന ഒരു മുസൽമാന്റെ ശബ്ദം. എന്നാൽ 948 മദ്രാശിയുടെ മണ്ണിൽ വെച്ച് മഹാനായ സൂഫി വര്യൻ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൊണ്ടുവന്ന രാഷ്ട്രീയ ആദർശമാണെന്ന് പറയാൻ എന്താണ് അറബ് വസന്തത്തെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ ചർച്ച ചെയ്യാതെ പോയത്? എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഞാൻ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന, നിങ്ങൾ കൊണ്ടുവരേണ്ടുന്ന ആരോഗ്യകരമായ ചർച്ചകളെ നിങ്ങൾ കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, മറിച്ചോ അനാരോഗ്യകരമായ സമുദായത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ജനങ്ങൾക്ക് അപകടകരമാകുന്ന വിധത്തിലുള്ള ചർച്ചകളെ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു മൈനോറിറ്റി എന്ന നിലക്കുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അന്താരാഷ്ട്ര സമുദായം എന്ന നിലക്കുള്ള മുസ്ലിം സെന്റിമെന്റ്സിന്റെ വിഷയം, ഈ വിഷയങ്ങളെ കേരളക്കരയിൽ സാമുദായിക സംഘടനത്തിന്റെ പേരിൽ നിങ്ങൾ കുറ്റം ചാർത്തുന്ന മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്കിടയിൽ അനാരോഗ്യകരമായ ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് ശ്രമിച്ചോ? നിങ്ങൾ പറ. മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു, ഞങ്ങൾ ശ്രമിച്ചില്ല. ഞങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? അത് നിങ്ങൾ പഠിക്കണം. കേരളക്കരയിൽ ഇവിടെ നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ, ഇവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ, കേരളത്തിലെ സാമുദായികതയെ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോ, പിണറായി വിജയൻ 2013 കണ്ടുപിടിച്ച ഒരു വലിയ സത്യമുണ്ട്. EMS അറിയാത്ത, AKGക്ക് അറിയാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജീവിച്ച ഒരു മഹാന്മാർക്കും അറിയാത്ത ഒരു മഹാസത്യം നമ്പൂതിരി പ്രിയപ്പെട്ട പിണറായി വിജയൻ കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? അത് മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണത്രേ. വമ്പിച്ച സംഭവമാണ്. മുസ്ലിം ലീഗ് സാമുദായിക പാർട്ടിയാണെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ 2013 വന്നു. എന്റെ സഖാവ് പിണറായി വിജയ, ലീഗ് ഒരു സാമുദായിക പാർട്ടിയല്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ പേരിന്റെ മുമ്പിൽ മുസ്ലിം എന്നല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന സാമുദായിക പാർട്ടിയാണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കെത്ര വിഷമമുള്ളത്? ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ്. സാമുദായിക സംഘടനം വർഗീയമാണോ പിണറായി വിജയ? വർഗീയമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ആരാണ്? ശ്രീനാരായണ ഗുരുദേവനല്ലേ? ജാതിഭേദം, മതദ്വേഷമേതുമില്ല
ഏവരും സോദരത്വേന വാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടി മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാമനുഷ്യൻ, മലയാളിയുടെ അഭിമാനം. ഗുരുദേവൻ വർഗീയവാദിയായിരുന്നു? അല്ലല്ലോ, ഗുരുദേവൻ സമുദായവാദിയായിരുന്നു. എന്റെ സമുദായം ഈഴവന്മാർ, അവർക്കൊരു ഈഴവ ശിവൻ വേണം എന്ന് വാദിച്ചയാളാണ്. ഈഴവന്മാർക്ക് വേണ്ടി അമ്പലമുണ്ടാക്കിയ ആളാണ്. ഈഴവന്മാർക്ക് വേണ്ടി പ്രതിഷ്ഠ ഉണ്ടാക്കിയ ആളാണ്. ഈഴവന്മാരെ സംഘടിപ്പിച്ച ആളാണ്. SNDPയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം വർഗീയവാദിയാണോ? സാമുദായിക സംഘടനം വർഗീയമാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണോ? അല്ലല്ലോ, മനുഷ്യസ്നേഹിയല്ലേ മന്നത്ത് പത്മനാഭൻ. 1960 നീലം സജീവ റെഡ്ഡിക്ക് കത്തെഴുതിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എടുക്കാത്ത മന്ത്രിസഭ അപൂർണമാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ്. AICCയുടെ പ്രസിഡന്റിന് ആര്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്. പക്ഷേ അദ്ദേഹം ഒരു നായർ കമ്മ്യൂണിറ്റിയോട് പ്രതിബദ്ധതയുള്ള സമുദായ സ്നേഹിയാണ്. പിറന്ന സമുദായത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത്, അവന്റെ യശസ്സിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് തറവാട്ടിൽ പിറന്നവരുടെ ലക്ഷണമാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പേരിൽ അഭിമാനിക്കുന്നത്. അവർക്ക് യശസ് വേണമെന്ന് പറയുന്നത്. 27% മുസ്ലിങ്ങളുണ്ട് കേരളക്കരയിൽ. 100 സൗകര്യങ്ങൾ വെച്ചു കൊടുക്കുമ്പോ 27 സൗകര്യം ജനാധിപത്യപരമായി ലഭിക്കേണ്ടത് മുസ്ലിങ്ങൾക്കാണ്. അത്രങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം അവർ വർഗീയവാദികളാണ്. ആരാണ് സഖാവെ വർഗീയവാദി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്, നിർവചനമുണ്ട്. എന്നാ പ്രവാചകൻ പറഞ്ഞത്? നിന്റെ സമുദായം ചെയ്യുന്ന അന്യായങ്ങൾക്കെതിരെ, ആ അന്യായമാണെന്ന് അറിഞ്ഞിട്ടും സമുദായം എന്ന സെന്റിമെന്റ്സ് കൊണ്ട് നീ അത് മറന്നാൽ അതാ വർഗീയത. അതാ വർഗീയത. മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യുന്ന തെറ്റുകൾ ഒരു മുസ്ലിം സമാജം എന്ന നിലക്ക് അത് മറച്ചു വെക്കുക, അത് വർഗീയതയാണ്. അത് വർഗീയതയാണ്. ഞാൻ ചോദിക്കട്ടെ, അത്തരം ഒരു വർഗീയതയുടെ ആരോപണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സന്ദർഭം നിങ്ങൾ പറ. ബാബരി പള്ളി പൊളിഞ്ഞപ്പോ കേരളത്തിലെ പള്ളികൾ, അമ്പലങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന വർഗീയവാദത്തിന്റെ മുമ്പിൽ അരുത് എന്ന് പറഞ്ഞത് ലീഗാണ്. അരുതെന്ന് പറഞ്ഞ ലീഗാണ്. ഈ രാജ്യത്തിൽ ഇരുട്ടിന്റെ മറവിൽ നിയമം കയ്യിലെടുക്കണം എന്ന് പറഞ്ഞ് കുട്ടികളുടെ കയ്യിൽ ആയുധം പിടിപ്പിച്ചു കൊടുക്കുമ്പോ അരുതെന്ന് പറഞ്ഞ ആയുധം വാങ്ങിവെച്ചത് ലീഗാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം സമുദായത്തിനിടയിൽ നിന്ന് തീവ്രവാദവും ഭീകരവാദവും മുളച്ചു പൊന്തിയപ്പോ അരുതെന്ന് പറഞ്ഞത് ലീഗാണ്. ഈ സമുദായം എന്ന സെന്റിമെന്റ്സ് ഞങ്ങൾ കാണിച്ചത് ധാർമ്മികതയുടെ വിഷയത്തിലാണ്. സമുദായം എന്ന സെന്റിമെന്റ്സ് ഞങ്ങൾ കാണിച്ചത് അവകാശത്തിന്റെ വിഷയത്തിലാണ്. സമുദായം എന്ന സെന്റിമെന്റ്സ് ഞങ്ങൾ കാണിച്ചത് നേട്ടങ്ങളുടെ വിഷയത്തിലാണ്. സമുദായം എന്ന സെന്റിമെന്റ്സ് ഞങ്ങൾ കാണിച്ചത് 27% എന്ന് പറയുന്ന ഇന്ത്യൻ പൗരന്റെ വിഷയത്തിലാണ്. അത് ജാതിയുടെ പേരിലല്ല, മതത്തിന്റെ അന്യായങ്ങളുടെ പേരിലല്ല, അധാർമികതയുടെ പേരിലല്ല, ധാർമ്മികതയുടെ പേരിൽ. ഞാൻ ചോദിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇത് വർഗീയതയാവുക? എങ്ങനെയാ വർഗീയതയാവുക? എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ 990 മുതൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ചർച്ചകൾ നമുക്കറിയാം. അന്ന് മുതലല്ലേ ലീഗിനെ കൊല്ലാൻ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടത്? അതിനുശേഷമല്ലേ ഞങ്ങളെ പാണക്കാട് തങ്ങൾ വോട്ട് ചെയ്യുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റി നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത്? അതിനുശേഷമല്ലേ നിങ്ങൾ കുറ്റിപ്പുറത്ത് ഞങ്ങളെ തോൽപ്പിച്ചത്? അതിനുശേഷമല്ലേ തിരൂരിലും മങ്കടയിലും നിങ്ങൾ തോൽപ്പിച്ചത്? അതിനുശേഷമല്ലേ പൊന്നാനിയിൽ മഞ്ചേരിയിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ തോൽപ്പിച്ചത്? ലീഗിനെ പടപടാന്ന് തോൽപ്പിച്ചു കളഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്? അവരാരൊക്കെയായിരുന്നു? ഒരു നിമിഷം പിണറായി ആരൊക്കെയായിരുന്നു? ആരൊക്കെ? എല്ലാവരും അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം തുടങ്ങിയത് 90-ൽ. അവരൊരു ഭാഗത്ത്, NDF-കാരൻ ഒരു ഭാഗത്ത്, അബ്ദുൽ നാസർ മദനി ഒരു ഭാഗത്ത്, ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ഒരു ഭാഗത്ത്. എല്ലാവരെയും നിങ്ങൾ കൂട്ടുപിടിച്ചില്ലേ? ആരെയാണ് നിങ്ങൾ വിട്ടത്? ലീഗിനെ അങ്കുശരിയാക്കി കളയാൻ ഒരു സമുദായ മുന്നേറ്റത്തെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർക്ക്. മഞ്ചേരി പൊന്നാനി പുതിയ നിയോജക മണ്ഡലം, അതൊരു വലിയ സേഫ് സീറ്റ് ഒന്നുമല്ല ലീഗിന്. പരമാവധി പൊളിറ്റിക്കൽ വോട്ട് 50,000 50,000 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാർജിനാണോ? അല്ല. എന്നാൽ 50,000 പരമാവധിയാണ്. അവിടെ മത്സരിക്കുന്ന E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. ആ ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ നിങ്ങൾ ആരൊക്കെയായി കൂട്ടുപിടിച്ചു? ആരൊക്കെ? പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒരു വേദിയിൽ ഇല്ലേ? അബ്ദുൽ നാസർ മദനി, ആ മദനി തിരിച്ചുപോയില്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക്? ആ മദനി മനുഷ്യാവകാശം നേരിടുമ്പോ അന്ന് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ച E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വേണ്ടി വന്നു മദനിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലേ? മദനിക്ക് വേണ്ടി സംസാരിക്കാൻ. ഇനി മദനി നാളെ പുറത്തിറങ്ങി വന്നാലും സഖാക്കളെ നിങ്ങൾ കൊണ്ടുപോയി പൊഴുകിത്തുന്നോ? നമുക്ക് വേണ്ട, നമുക്ക് ആ ജാതി ചരക്കുകളൊന്നും വേണ്ട. പക്ഷേ മദനി ഒരു പൗരനാണ്, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കൊരു നിയമവും ബൽത്താക്കറേക്ക് ഒരു നിയമവും കൊടുക്കാൻ രാജ്യത്ത് അധികാരമില്ല. ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ ആനുകൂല്യം മദനിക്ക് ലഭിക്കണം. അത് മദനിയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, മദനിയുടെ സ്നേഹിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല,
ലീഗ് ഉയർത്തുന്ന മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടുപിടിച്ചത് മദനി ഈ അടുത്ത് കേരളത്തിൽ വന്ന് തിരിച്ചുപോയില്ലേ? കൈരളി ചാനൽ മദനിയെ കണ്ടില്ലേ? മദനിയുടെ ഭാര്യയുടെ കണ്ണു നിറയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടില്ലേ? മദനിയുടെ വാപ്പയുടെ വിതുമ്പൽ നിങ്ങൾ കണ്ടില്ലേ? മദനിയുടെ മക്കൾ വലുതായി വരുന്നു, അവർ കരയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടില്ലേ? എന്താണോ കമ്മ്യൂണിസ്റ്റുകാരാ കൈരളിയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത്? നിങ്ങൾ സോഫിയ മദനിയുടെ എന്താണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത്? മദനിയുടെ വാപ്പയുടെ അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് വരാനില്ല. അത് മാത്രമല്ല, കച്ചവടം വാളിയതാണ്. അതുകൊണ്ട് ആ കച്ചവടത്തിന് ഇനി നിങ്ങളില്ല. നിങ്ങൾക്കിത് കച്ചവടമാണ്, വോട്ട് കച്ചവടമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏർപ്പാടല്ല. അതാണ് 20 സീറ്റുണ്ട് നിയമസഭയിൽ, ഇവിടെ തന്നെ ഉണ്ട്. മമ്മൂട്ടി സാഹിബിലാ വന്നിരിക്കുന്നു 10-20 പക്ഷെ 7 MLA-മാരായി നിയമസഭയിൽ ഇരുന്ന സമയമുണ്ട്. എന്നിട്ട് ഞങ്ങൾ നിരാശരായിട്ടില്ല. 7 പേരല്ല, കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ലെങ്കിലും ലീഗിന്റെ കൊടി ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വെക്കില്ല എന്ന് തീരുമാനിച്ചത് ലീഗാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞു ഞങ്ങൾ വേദനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ അമിത ആഹ്ലാദവും ഞങ്ങൾക്കാർക്കില്ല. ഞങ്ങൾ വിളിക്കുന്ന നിലപാടുകൾ ഒരുപക്ഷേ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊണ്ടുവന്നു തരാം. ഞങ്ങൾ വിളിക്കുന്ന നിലപാടുകൾ ഒരുപക്ഷേ അത് തെറ്റിദ്ധരിക്കുന്ന സമൂഹം ആനുകൂല്യങ്ങൾ കൊണ്ടുപോയി കളയാം. അതൊക്കെ വേറെയാണ്. പക്ഷേ 67 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലീഗ് വിളിച്ച 66 കൊല്ലത്തിനിടയിൽ ലീഗ് പറഞ്ഞ നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കും. ഇത്തരമൊരു ആംഗിൾ ജനാധിപത്യത്തിന്റെ രീതിയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ, ആ വാദങ്ങളെ നിങ്ങൾ കേൾക്കാൻ ഒരുക്കമല്ല. ആ വാദങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യോജിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി, അതിൽ CPI ഞാൻ ഉൾപ്പെടുത്തുന്നേ ഇല്ല. കാരണം അത് സ്വാഭാവികമായി അങ്ങനെ ഒരു അടക്കി പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കൃത്യമായ നിലപാടുകൾ CPI ഉണ്ട്, ഇല്ലാത്തത് പറയാൻ പാടില്ല. എന്നാൽ CPM-ഓ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തുന്ന വോട്ടു കച്ചവടത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞുവോ? ഈ ആഴ്ചയിൽ ഇന്നിറങ്ങിയ മലയാളം വാരികയിൽ ഞങ്ങളുടെ പത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രത്തിൽ CPM-ന്റെയും NDF-ന്റെയും ശബ്ദം ഒന്നാകുന്നതിനെ കുറിച്ച് ഒരു ലേഖനമുണ്ട്. വായിക്കണം നിങ്ങൾ. എന്തിനാണത്? എന്താണ് അതിന്റെ പൊളിറ്റിക്സ്? എങ്ങനെയാണ് SDP-യെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ എന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തെ രാഷ്ട്രീയമായി വളച്ചൊടിക്കാൻ നിങ്ങൾ നടത്തിയ ഒരു പരിശ്രമമുണ്ട്. എന്താണത്? എന്താണ് അതിലെ തരംതാണ കുറെ ഏർപ്പാടുണ്ട്. എന്താണ് ഇപ്പോ ഏർപ്പാട് എന്ന് വെച്ചാൽ, ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് അത് പ്രസംഗത്തിന്റെ അവസാനത്തിൽ പേസ്റ്റ് ചെയ്ത്, നമ്മളെ കുട്ടികൾ മൊബൈലിൽ കളിക്കുന്ന കളിയാണ്. കൈരളി ചാനൽ പോലെ ഒരു ചാനൽ അന്ന് ആ വൃത്തികെട്ട ഏർപ്പാട് നടത്തിയത്. മുരളി എന്താണ് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള ഗുജറാത്ത്, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിനെ തെരഞ്ഞെടുത്തു എന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് സമയമുള്ള പ്രസംഗമാണ്, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് തെരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യാവസായിക സൗഹൃദമുള്ള സ്റ്റേറ്റ് ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർഷിക മേഖലയുള്ള സ്റ്റേറ്റ് ഗുജറാത്താണ്. 980-ൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്റ്റേറ്റ് ഗുജറാത്താണ് 80-ലെ സർവേയിൽ. അതുകൊണ്ട് ഗുജറാത്ത്, അതുകൊണ്ടാണ് മോഡി തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ പറയുന്നത്. മോഡിയുടെ ഗുജറാത്ത് എന്നതിലേക്ക് അതിനെ മാറ്റി. എന്നാൽ മോഡിയുടെ ഗുജറാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഗുജറാത്തിൽ വികസനമുണ്ടെന്ന് പറയുന്നവൻ, ഞാൻ പറഞ്ഞു അത് അബ്ദുള്ളക്കുട്ടി എന്റെ സുഹൃത്താണെങ്കിൽ പോലും ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഞാൻ പറഞ്ഞു ഗുജറാത്തിലെ വികസനം നഗര കേന്ദ്രീകൃതമാണ്. ഗുജറാത്തിന്റെ ഗ്രാമങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഗുജറാത്തിന്റെ ഗ്രാമങ്ങളിൽ 20 രൂപ മുതൽ 60 രൂപയാണ് പരമാവധി ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. അവിടുത്തെ കൃഷി മുഴുവൻ റിലയൻസും ടാറ്റയും ബിർളയും ഒക്കെ അവർക്ക് പതിച്ചു കൊടുത്തു എന്ന് പറയുന്നതിന് കട്ട് ചെയ്തു. എന്നാൽ മോഡി വരുന്നതിന് മുമ്പുള്ള ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞത് പേസ്റ്റ് ചെയ്തു. അത് കുറച്ചു സമയം, അതൊക്കെ ഒരു തറ മാധ്യമ വ്യഭിചാരം എന്ന് വിളിക്കാവുന്ന തറവേലകളാണ്. അത് പോകട്ടെ. പക്ഷെ അതിനപ്പുറം ഞങ്ങൾ ഉയർത്തിയ ഒരു വാദമുണ്ട്. ആ വാദം എന്താണ്? അതെന്താണ് ആ വാദം? ആ വാദം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ലേഖന സമാഹാരം ഗുജറാത്ത് ജ്വലിക്കുകയാണ്, ഗുജറാത്ത് ഉജ്ജ്വലമാവുകയാണ്, ഗുജറാത്ത് ചലനാത്മകമാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ലേഖന പരമ്പരയുണ്ട്. അസദുൽബാദ്, ജാവേദ് അക്തർ, ജാവേദ് ആനന്ദ് എന്നൊക്കെ തുടങ്ങിയവർ എഴുതിയ ലേഖനത്തിൽ സീതാറാം യെച്ചൂരിയുടെ ഒരു ലേഖനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വായിച്ചു ശീലമുള്ളവർ ഇപ്പോഴുണ്ടെങ്കിൽ അതിന്റെ കോലം പഴയ പോലെ അല്ലെന്നറിയുന്നത് കൊണ്ട് പറയാൻ, വായിച്ചു ശീലമുള്ളവരുണ്ടെങ്കിൽ അവർ വായിക്കണം. എന്താണ് ഈ എഴുതിയ ലേഖനം? സീതാറാം യെച്ചൂരി അതിൽ പറയാൻ എന്താ പറയുന്നത്? ലോകത്തിലെവിടെയും നടക്കുന്ന വർഗീയ കലാപങ്ങൾ, വംശീയ കലാപങ്ങൾ, ജാതീയ കലാപങ്ങൾ, മതകലാപങ്ങൾ, ഇതിൽ വർഗമോ വംശമോ ജാതിയോ മതമോ പ്രതിയല്ല. പിന്നെ ആരാണ് പ്രതി? സാമ്രാജ്യത്വവും അതോടൊപ്പം പണവും അധികാരവുമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് പോകാൻ LK അദ്വാനി ഉപയോഗിച്ചത് എന്താണ്? മതത്തെയാണ്, ഹൈന്ദവതയെയാണ്, ഹിന്ദുത്വത്തെയാണ്. അല്ലേ? ഹിന്ദുത്വത്തെ ഉപയോഗിച്ച് അയാൾ
നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്താണ്? ഇന്ത്യയുടെ ഭരണം നരേന്ദ്രമോദി ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്താണ്? അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ? അല്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ നരേന്ദ്രമോദി അവിടെയുള്ള പാപങ്ങളായ മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത്? നിങ്ങൾ പറ, അങ്ങനെയാണോ? അല്ല. അതേസമയം മോഡി മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത് ആർക്കു വേണ്ടി? ഇവർ പറയുന്നത് എന്താണ്? NDF-കാരൻ പറയുന്നത് എന്താണ്? മോഡി ഈ മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചാലോ ഇരുട്ടിന്റെ മറവിൽ NDF-കാരൻ കത്തിയും കോടാലിയുമായി ഇറങ്ങുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിക്കണം. അധ്യാപകന്റെ കൈവെട്ടിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിക്കണം. ആരാന്റെ പള്ളക്കു കത്തികെട്ടുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിക്കണം. അല്ലേ? അത് സമ്മതിക്കാനാവില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മതേതര ഹിന്ദു സമൂഹം അവരാണോ പ്രതി? അദ്വാനിയാണോ? അതല്ലെങ്കിൽ മനുഷ്യന്റെ ചോര കുടിച്ചു ജീവിച്ച ശീലമുള്ള നരേന്ദ്രമോദിയാണോ? ആരാണ് പ്രതി? നരേന്ദ്രമോദിയാണ്. അത് മാത്രമല്ല, നരേന്ദ്രമോദി എന്തിനു വേണ്ടി? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈ അടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക്, ആ പ്രസംഗത്തിനു ശേഷമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിയെ അവരോധിക്കുമ്പോ എന്താ BJP പറയുന്നത്? നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസന നായകൻ. എന്റെ ചോദ്യം, ഗർഭിണിയുടെ വയറു കീറി ശൂലത്തിൽ ജനിക്കാത്ത കുഞ്ഞിനെ, പിറക്കാത്ത കുഞ്ഞിനെ, ഗർഭസ്ഥ ശിശുവിനെ നിങ്ങൾ ശൂലത്തിൽ കുത്തിയെടുത്ത് മുസൽമാനെ നിഷ്കാസനം ചെയ്യാൻ ഗുജറാത്തിൽ നടത്തിയ ക്രൂരമായ ചെയ്തികൾ, ആ ചെയ്തികൾ എന്തിനു വേണ്ടിയായിരുന്നു മോഡി ചെയ്തത്? 5 കൊല്ലം ഭരിച്ചു, വീണ്ടും ഒരു 5 കൊല്ലത്തിന്റെ മാൻഡേറ്റ് വാങ്ങിയ മോഡി എന്താ പറയേണ്ടത്? മോഡി പറയേണ്ടത് ഞാൻ ഗുജറാത്തിനെ ഒരു നല്ല ഹിന്ദു സ്റ്റേറ്റ് ആക്കി മാറ്റിയെന്നാണ്. എന്തേ മോഡി അത് പറയാത്തത്? മോഡി പറയുന്നത് റോഡ് വന്നു, മോഡി പറയുന്നത് വ്യവസായം വന്നു, മോഡി പറയുന്നത് വികസനം വന്നു എന്നാണ്. വികസനം വരാൻ, വ്യവസായം വരാൻ, റോഡ് വരാൻ, പാലം വരാൻ എന്തിനാണോ മുസ്ലിങ്ങളെ നിങ്ങൾ കൊന്നത്? എന്തിനാ ഹേറാം എന്ന് വിളിച്ചു കലാപമുണ്ടാക്കിയത്? എന്തിനാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അത് ചെയ്തതെന്ന് പറയുന്നത്? നിങ്ങൾക്ക് പ്രശ്നം ഹിന്ദുത്വമാണോ? ഹിന്ദു വിശ്വാസമാണോ? ഹൈന്ദവതയാണോ? അതല്ല, നിങ്ങൾക്ക് വേണ്ടത് അധികാരമാണോ? അധികാരമാണ്. ഞാൻ ഇന്ത്യ ഭരിച്ചാൽ, നരേന്ദ്രമോദി പറയട്ടെ, ഞാൻ ഇന്ത്യയെ ഒരു രാമരാജ്യമാക്കും. പറയുന്നില്ലല്ലോ. ഞാൻ ഇന്ത്യ ഭരിച്ചാൽ ഞാൻ ഗുജറാത്ത് മോഡൽ ഇന്ത്യയെ കൊണ്ടുവരും. എങ്ങനെ മോഡൽ കൊണ്ടുവരും? വികസനം എന്ന സങ്കല്പം ഉണ്ടാക്കും. ഗുജറാത്തിൽ വികസനം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ അടിസ്ഥാനപരമായി നിങ്ങളുടെ കലാപത്തിന്റെ താല്പര്യം എന്താണ്? ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്തെന്നറിയുമോ? ലോകത്ത് ഒരു വലിയ വ്യവസായ ഒരു കൂട്ടുകെട്ടുണ്ട്. അതിന്റെ പേര് ഗുജൂസ് ജൂത് എന്നാണ്. ഗുജൂസ് ജൂത് കൂട്ടുകെട്ട് എന്നാണ്. ഗുജൂസും ജൂതുകളും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇന്ന് തുടങ്ങിയതല്ല. ലോകത്തിലെ ഡയമണ്ട് വ്യവസായത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ലോകത്തിലെ ഈ കൊടുവള്ളിയിൽ സ്വർണ്ണ കച്ചവടം നടക്കുന്ന സ്ഥലമല്ലേ? ഡയമണ്ട് വിൽക്കുന്ന ഷോപ്പുകളില്ലേ? നിങ്ങൾ അവിടെ നിന്ന് ഒരു ഡയമണ്ട് വാങ്ങുമ്പോ അതിന്റെ ലാഭത്തിന്റെ വിഹിതം പറ്റുന്നത് ജൂതന്മാരാണ്. അതിന്റെ വിഹിതം പറ്റുന്നത് ഗുജുകളാണ്. ഗുജുകളും ജൂതന്മാർ. ഇത് ലോകത്ത് മുഴുവന്മാരുടെ കയ്യിലല്ലേ? നിങ്ങൾ ബാങ്കിൽ ATM-ൽ നിന്ന് ഒരു പണമെടുത്താൽ ഒരു 200 രൂപ അല്ലെങ്കിൽ 2000 രൂപ ATM-ൽ നിന്ന് മാറുമ്പോ ഈ ബാങ്കിങ്ങിന്റെ വിഹിതം പറ്റുന്നത് ജൂതന്മാരാണ്. നിങ്ങൾ ഒരു പത്രത്തിലെ വാർത്ത വായിക്കും, അതിന്റെ പണം പറ്റുന്നത് ലോകത്തിലെ മീഡിയകളുടെ സോഴ്സ് എന്ന് പറയുന്നത് ജൂതന്റെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമഗ്രികളുടെയും പാറ്റന്റ് ജൂതന്റെ കയ്യിലാണ്. അതേപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബില്ലുകാർ ആ ജൂതന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ശേഖരത്തിന്റെ അധിപന്മാരെന്ന് പറയുന്നത് ഈ ഗുജ് ജൂത് എന്ന് പറയുന്ന ബന്ധമാണ്. ഇന്ത്യയുടെ സംഘപരിവാരത്തിന്റെ പണമിറക്കുന്നവർ ഈ ജൂതന്മാരാണ്. ആ ജൂതന്മാർ തന്നെയാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ. എന്തിനാണെന്നറിയുമോ? അവിടെയാണ് എന്റെ വിശദീകരണം. ഗുജറാത്തിൽ ഗുജുകൾക്കും ജൂതന്മാർക്കും ഇടയിൽ ഒരു വലിയ ബിസിനസ് ഹാർമണി ഉണ്ടായിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടുത്തെ ഹിന്ദുക്കൾ, അവർ തമ്മിലൊരു ബിസിനസ്. ഒരു ഗുജറാത്തിയെ നിങ്ങൾ കണ്ടാൽ ഒരു പാവം എന്ന് കരുതും. കോടികളുടെ ആസ്തി ഉണ്ടാകും. വൈകുന്നേരമാകുമ്പോഴേക്കും കോടികൾ അതിന്റെ ഡയമണ്ട് വ്യവസായങ്ങൾ നടത്തും. അതിനകത്ത് വെച്ച് മുസൽമാനാണ് അവരുടെ ഏറ്റവും അടുത്ത കസ്റ്റമേഴ്സ്. ഈ ഒരു ബന്ധം വലുതായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല വസ്ത്ര നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് സൂറത്താണ്. അത് ഗുജറാത്തിലാണ്. അവിടുത്തെ ഏറ്റവും നല്ല ബിസിനസ് മുസൽമാൻ, ഹിന്ദുവാൻ. ഇവിടെയുള്ള ടെക്സ്റ്റൈൽ വ്യാപാരികളോട് നിങ്ങൾ ചോദിക്കുക, അവരിപ്പോഴും പോകുന്ന സൂറത്തിലാണ്. എപ്പോഴും പോകുന്നത് സൂറത്തിലായിരുന്നു. ഒരു വലിയ ബന്ധം. ഈ ബിസിനസ് ഹാർമണിയെ തകർക്കാതെ ഇന്ത്യയിലെ കുത്തകകൾക്ക്, അതുപോലെ തന്നെ ജൂതന്മാർക്ക് അവിടെ പിടിച്ചടക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ ചോര കുടിച്ചു ജീവിക്കുന്ന ആ മനുഷ്യ മൃഗത്തെ അവിടുത്തെ ഫാഷിസ്റ്റുകൾക്ക് അതിന്റെ തന്ത്രങ്ങളെ അവിടുത്തെ ബിസിനസ് ലോബികൾ കൂടെ ഉപയോഗിച്ചു.
അല്ലെന്ന് പറയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് മെനഞ്ഞാന്ന് അമേരിക്കക്ക് ഈ മനുഷ്യമൃഗം ഒരു വലിയ സൽപുത്രനായി മാറിയത്? എന്താണ് പുതിയ കണക്കുകൾ? CAGയുടെ കണക്കുകൾ എന്താ പറയുന്നത്? ഗുജറാത്ത് നിർമ്മിച്ചുണ്ടാക്കിയ കണക്കുകൾക്കപ്പുറത്ത് ഗുജറാത്തിൽ അവിടുത്തെ സമ്പന്നന്മാർ, അവിടുത്തെ വ്യവസായ ലോബികൾ ഇവരുടെ പിറകിലാണ്. ഇത് പറഞ്ഞപ്പോ, ഈ കലാപങ്ങളുടെ പിറകിൽ ഇതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ, തീസ്റ്റ് അസദൽവാദ് ആ ഡെമോക്രാറ്റ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് എനിക്കൊരു ചോദ്യം അയച്ചു. അതിൽ പറയുന്നു, ഷാജി എന്തിനാണ് ഗുജറാത്തിനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ സൂറത്തിനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഭഗൽപൂരിനെ കുറിച്ച് പറയുന്നത്? ഷാജി അവിടുത്തെ ആളുകളോട് ചോദിക്കേണ്ടത് കോയമ്പത്തൂരിനെ കുറിച്ചാണ്. കോയമ്പത്തൂരിലെ വർഗീയ കലാപം നിങ്ങൾ പറ. കോയമ്പത്തൂരിലെ വർഗീയ കലാപത്തിന്റെ പിറകിലുള്ളത് ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സമരമാണോ? അതല്ല ശോഭ ടെക്സ്റ്റൈൽ അടക്കമുള്ള അവിടുത്തെ മുസ്ലിം വ്യവസായികളുടെ മുന്നേറ്റമാണോ? നിങ്ങൾ പരിശോധിക്ക്. അവിടെ പോയാൽ നിങ്ങൾക്കറിയാം, കോയമ്പത്തൂർ കലാപത്തിന്റെ പിറകിലെ ലക്ഷ്യം അവിടുത്തെ മുസ്ലിങ്ങൾ പോലുമല്ല, മുസ്ലിം വ്യവസായികളാണ്, മുസ്ലിം കച്ചവട സ്ഥാപനമാണ്. അത് മുഴുവൻ തകർത്ത് ഇന്ന് കോയമ്പത്തൂർ വിളയുന്നത് വർഗീയതയല്ല, വ്യവസായമാണ്. എന്നിട്ട് തീസ്റ്റ് അസദൽവാദ് പറയുന്നത് 80കൾ മുതൽ ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപ ഭൂമിയിലേക്ക് നിങ്ങളൊരു യാത്ര പോ. ആ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ബഗൽപൂർ നിങ്ങൾക്ക് പോകാം, സൂറത്ത് നിങ്ങൾക്ക് പോകാം, മീറത്ത് നിങ്ങൾക്ക് പോകാം, ഗുജറാത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളും നിങ്ങൾക്ക് പോകാം. അവിടെ വിളയുന്നത് വർഗീയതയല്ല, മറിച്ചോ വ്യവസായമാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾ കൊല്ലം നടത്തി വരാറുള്ള നാദാപുരം കലാപല്ലേ? ആ നാദാപുരം കലാപത്തിന്റെ ബാക്കി പത്രം എന്താണ്? നാദാപുരം കലാപം കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ഇതാ ലീഗിന്റെ MLA മാർ, നേതാക്കന്മാർ, ഞങ്ങളൊക്കെ പോയി നോക്കാറുണ്ട്. പോയി നോക്കിയാൽ എന്താണ്? ബാത്റൂമിലെ ക്ലോസറ്റ് അടക്കം അടിച്ചു മാറ്റാണ് സഖാക്കള് ഇല്ലേ? എടോ സഖാവേ, CPM-ന്റെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ക്ലോസറ്റ് അടിച്ചു മാറ്റണമെന്നുണ്ടോ? ടൈല് പൊളിച്ചോടണമെന്നുണ്ടോ? അവിടുത്തെ സ്ത്രീകളുടെ പൊന്നും പണവും മാത്രമല്ല, പിന്നെ എങ്ങനെയാണോ നാദാപുരത്ത് കലാപം ഉണ്ടാകുമ്പോ നിങ്ങൾ നടത്തുന്ന കലാപങ്ങളുടെ അവസാനം 1 കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ മുസൽമാൻ നഷ്ടമാകുന്നത്? അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഏത് വർഗീയ കലാപത്തിന്റെ പിറകിലാണ് സാമ്പത്തിക താല്പര്യമില്ലാത്തത്, സാമ്രാജ്യത്വ താല്പര്യമില്ലാത്തത്, അതുപോലെ തന്നെ കുത്തകകളുടെ താല്പര്യമില്ലാത്തത്? ആ താല്പര്യത്തെ മറക്കുകയാണ് നിങ്ങൾ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്? നമ്മൾ പറയും അമേരിക്കൻ. ഈ ചിലപ്പോ നമ്മൾ ചില നാട്ടിൻപുറത്തെ ആളുകളോട് വർത്താനം പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറഞ്ഞാൽ 970 തട്ടിമുട്ടിങ്ങനെ നിൽക്കും. 80 മൂപ്പർക്ക് അറിയില്ല, അതിനുശേഷം 90 വന്നു, തീരെ മനസ്സിലായിട്ടില്ല. 2010 2011 ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ നിയമസഭയിലേക്ക് ഇരിക്കുമ്പോൾ MLA മാരൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാണുവട്ടൻ, അദ്ദേഹം ഒരുപാട് പ്രായമുള്ള ഒരു സീനിയർ ലീഡറാണ്. പക്ഷെ നാണുവട്ടൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടുവള്ളി താലൂക്കിനെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ താമരശ്ശേരി താലൂക്കിനെ കുറിച്ചാണെങ്കിലോ പറഞ്ഞുകൊണ്ട് വരുമ്പോ മൂപ്പര് പറയാ മൊറാർജി ദേശായി. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കമന്റ് പറയും, മൂപ്പർക്ക് 970 മൂപ്പരെ തലയിൽ തേങ്ങ വീണതാണ്, അതിനുശേഷം പിന്നെ ഒന്നും മനസ്സിലായിട്ടില്ല. മൊറാർജി ദേശായി മരിച്ചു വരുന്നതിന് മൂപ്പർ അറിയില്ല എന്നുള്ള ഇതൊരു തമാശക്ക് പറയുന്നതാണ്. ഇതുപോലെ എപ്പോഴോ സഖാക്കളുടെ തലയിൽ തേങ്ങ വീണുപോയതാണ്. എടോ സഖാബേ, അമേരിക്കയൊക്കെ പൊളിഞ്ഞു കൊത്തുവാളയെടുത്തു, അമേരിക്ക തകർന്നു തരിപ്പണമായി. അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം, കാർ കമ്പനികളൊക്കെ ജപ്പാനും ജർമ്മനിയും കൊണ്ടുപോയി, മാർക്കറ്റുകൾ മുഴുവൻ ചൈന കൊണ്ടുപോയി. ആയുധമാണെങ്കിൽ ലോകത്ത് 1ാം ലോക യുദ്ധം 2ാം ലോക മഹായുദ്ധം പോലത്തെ യുദ്ധങ്ങളൊന്നുമില്ല, ആയുധ കച്ചവടം നടക്കണില്ല കാര്യമായിട്ട്. അമേരിക്ക ഇങ്ങനെ കുത്തുപാലുണ്ട്. അമേരിക്കയുടെ കയ്യിലുള്ള പ്രസ്റ്റീജിയസ് കാർ അറിയോ നിങ്ങൾക്ക്? അമേരിക്കയുടെ. നമ്മൾ ഗൾഫിൽ പോയാൽ നമ്മൾ ആളുകൾ പ്രാഡോ എടുക്കും, കുറച്ചും കൂടി മൂത്താൽ ലാൻഡ് ക്രൂയിസർ എടുക്കും. എന്നാൽ വിദേശികൾ യൂറോപ്യന്മാരെ മുഴുവൻ എടുക്കുക ലാൻഡ് റോവർ, റേഞ്ച് റോവർ, അങ്ങനെയുള്ള വാഹനമാണ്. അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് കാറാണ്. അമേരിക്കയിലെ മുതലാളിന്റെ അല്ല, അറിയോ നിങ്ങള്? ആ ലാൻഡ് റോവർ കമ്പനി ഇപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ടാറ്റയുടെ കയ്യിൽ. ലാൻഡ് റോവറിന്റെ കാർ എടുക്കല്ല, കമ്പനി വിലക്ക് വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ജാഗ്വർ ഇന്ത്യക്കാരുടെ കയ്യിലാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ കയ്യിലെ അവന്റെ പ്രസ്റ്റീജിയസ് കാർ വാങ്ങുന്നത് ഇന്ത്യയല്ല, ഇന്ത്യയിലെ ഒരു വ്യവസായി. ആരാണ് സഖാവെ കുത്തക? അമേരിക്ക. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഒരു പാവം, ഒരു കൊച്ചു വീട്, അയാളുടെ ആ വീടിനെ മുഴുവൻ മറച്ച് അവനുള്ള വെളിച്ചം, അവനുള്ള വായു എല്ലാം നശിപ്പിച്ച് തന്റെ ഭൂമിയിലാണെങ്കിൽ പോലും തൊട്ടപ്പുറത്തൊരു ബ്രഹ്മാണ്ടം കെട്ടിപ്പൊക്കുന്നവൻ ഈ പാവപ്പെട്ടവന്റെ മുമ്പിലെ ബൂർഷ്വയാണ്, കുത്തകയാണ്. തന്റെ മകളെ കെട്ടിക്കാൻ 20 വയസ്സ് 25 വയസ്സ് കൊടുക്കാൻ സ്ത്രീധനമില്ലാതെ ഭയപ്പെട്ട് തന്റെ ദുർബലമായ വീടിന്റെ വാതിലുകൾ ചവിട്ടി പൊളിച്ച് ഈ സാമൂഹ്യദ്രോഹികൾ അകത്ത് കയറുമോ എന്ന് പേടിച്ച് മാറോടടുക്കി പിടിച്ച് പ്രായമായ മകളെയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഒരു ഉമ്മ. അപ്പോഴാണ് തൊട്ടടുക്കത്തെ അയൽപക്കത്ത് വന്ന് ഗൾഫിൽ നിന്ന് പണമുണ്ടാക്കിയാവാം, ബിസിനസ് നടത്തി പണമുണ്ടാക്കിയാവാം, 1 അല്ല 2 അല്ല 3 അല്ല 4 ദിവസം കല്യാണം നടത്തി ആഘോഷിക്കുന്നവൻ ആ പാവപ്പെട്ട കുടുംബത്തിന്റെ മുമ്പിലെ ബൂർഷ്വയാണ്, കുത്തകയാണ്. കല്യാണം നടത്തുന്നത് തെറ്റായിട്ടല്ല, ഞങ്ങളുടെ വിശ്വാസം അതാണ്.
ഒരു വലിയ വമ്പൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന ഹറാമ അല്ലല്ലോ. പക്ഷെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോ അതിനടുത്ത് പെട്ടിപ്പീടിക പോലെ തുടങ്ങി വെച്ച ചെറിയ കടകൾ ഉണ്ടാവും. ഇവൻ ഈ സൂപ്പർ മാർക്കറ്റ് തുറക്കുമ്പോ അതുകൊണ്ട് മാത്രം അടയപ്പെട്ടു പോകുന്ന ഷട്ടറുകൾ വീഴുന്ന ആ ചെറിയ കടക്കാരൻ, അവന്റെ മുമ്പിലെ കുത്തക ഈ സൂപ്പർ മാർക്കറ്റ് മുതലാളിയാണ്. ആരാടോ കുത്തക? നിനക്ക് എന്തു പറഞ്ഞാലും അമേരിക്ക. ഇവിടെ ടാറ്റയും ബിർളയും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്കോ എന്ന് പറയുന്ന CPM-കാരന്റെ കമ്പനിക്കകത്ത് നിങ്ങൾ ടാറ്റയെ കൊണ്ടുപോയി, ബിർളയെ കൊണ്ടുപോയി, റിലയൻസിനെ കൊണ്ടുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിനക്ക് പുതിയ കുത്തകയെ കുറിച്ച് അറിയില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഒരു ഹിന്ദുവല്ല എന്ന് ഞാൻ പറയുന്നതിനപ്പുറം സംഘപരിവാരത്തെ, മോഡിയെ അപമാനിക്കാൻ എന്റെ കയ്യിൽ എന്തോ വാചകമാവുള്ളത്? നരേന്ദ്രമോദി ഒരു ഹിന്ദുവല്ല എന്ന് പറയുന്നതിനപ്പുറം, മുസൽമാന്റെ ചോര കുടിച്ച ഈ മനുഷ്യമൃഗം അല്ല ഹിന്ദു എന്ന് ഞാൻ പറയുന്നതിനപ്പുറം, ഇന്ത്യയിലും ഹിന്ദുക്കളെ ബഹുമാനിക്കാൻ എന്റെ കയ്യിൽ മറ്റെന്തോ വാചകമുള്ളത്? ഇത് പറഞ്ഞതിന്റെ പേരിൽ എങ്ങനെയാ നിങ്ങൾ ഒന്നാവുന്നത്, ഒരുപോലെയാവുന്നത്? നിങ്ങൾ പറഞ്ഞു അരീക്കോട്, അല്ലേ? അരീക്കോട് മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് കിട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ. ഞാൻ MLA ആണ്, വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റൂല. ഇതൊക്കെ റെക്കോർഡാണ്. ഞാൻ പറയട്ടെ, അരീക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായി RSS-ന് BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. നിങ്ങൾ പരിശോധിച്ചോ? ലീഗ് UDF ജയിച്ച കാലത്തോ LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോ ഏറ്റവും കൂടുതൽ BJP-ക്ക് വോട്ട് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. NDF-കാരൻ അവന്റെ ഏറ്റവും വലിയ മത്സരം നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരീക്കോട് മണ്ഡലത്തിൽ. എന്നിട്ടും ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വൃത്തികെട്ടോന്റെ വോട്ടില്ലാതെയാണ് ഞാൻ അവിടുന്ന് ജയിച്ചു വന്നത് എന്നർത്ഥം. BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട്, അവന്റെ വോട്ടിന് കിട്ടിയിട്ടില്ല. NDF-ന് ഏറ്റവും വലിയ മത്സരം, അവന്റെ വോട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ആരുടെ വോട്ട് വാങ്ങാൻ? ഇത് പരസ്യമായി പറഞ്ഞതാണ്. പിന്നെ P. ജയരാജൻ, സ്ഥലകാല ജലഭ്രമം വന്നു ബാധിച്ച അയാൾ എന്തൊക്കെയോ പോലെ പോൺ. അയാൾ ഒരു ദിവസം പറഞ്ഞത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞു, ചുരം ഇറങ്ങി വന്ന താടി വെക്കാത്ത ബില്ലാദനാണ്. കുഴപ്പമില്ല, തിരക്കടില്ല. 3-ാമത്തെ ദിവസം പറഞ്ഞു, ഇയാൾ നരേന്ദ്രമോദിന്റെ ആളാണ്. എന്ത് യോജിപ്പില്ലാത്ത വർത്താനാണോ ഇത്? നരേന്ദ്രമോദിയും ബില്ലാദനായ പിന്നെ വല്ല കുഴപ്പമുണ്ടാവും? ഇതെങ്ങനെയാണോ ഒന്നാവുക? ഇതെങ്ങനെയാ നടക്കുക? ഇതെങ്ങനെയാണ് ഒരേ തരം പ്രചരണം നടക്കുക? ഇതാ MLA-മാർ ഇരിക്കുന്ന ഇവിടെ നിയമസഭയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞപ്പോ, ശ്രീരാമകൃഷ്ണ വെറും വർത്താനം വേണ്ട. ഈ മന്ത്രിസഭ തന്നെ അത്ര വലിയ MLA-മാരുടെ ഫലമുള്ള മന്ത്രിസഭ എന്നല്ലല്ലോ. ഒരു MLA പോയാൽ നിങ്ങൾക്ക് കിട്ടിയ വലിയ കിട്ടണല്ലേ? നിങ്ങളെ കയ്യിൽ നിന്നൊന്നും കൊണ്ട് പോകുന്നതല്ലേ? അതിന്റെ ക്ഷീണം കൂടി മാറുമല്ലോ. ഞാൻ പറഞ്ഞു, കൊടിയേരി നരേന്ദ്രമോദിയെ ഞാൻ ന്യായീകരിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ശ്രീരാമകൃഷ്ണൻ തെളിയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കുന്നു പറഞ്ഞു. അത് കൊടിയേരിനോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാളെ കയ്യിൽ രാജിവെക്കാൻ MLA സ്ഥാനമെങ്കിലും ഉണ്ട്. NDF-കാരോട് എന്താ പറയുക, കത്തിതാക്കുന്നു. എന്റെ കയ്യിൽ അതല്ലല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, പറയേണ്ടവരോട് പറഞ്ഞു. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ CPM-നോട് ചോദിക്കുന്നത്, നിങ്ങളുടെ CPM-ന് ഈ NDF-കാരന്റെ അടുക്കളയിൽ വേവിക്കുന്നത് എങ്ങനെയാണ് CPM-ന്റെ തീന്മേശയിൽ എത്തുന്നത്? അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? മലയാളം വാരിക ചർച്ച ചെയ്യുന്ന വിഷയം അതാ. അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? പിന്നെ അതിന്റെ പേരിൽ പറയണം NDF-കാരന്റെ പ്രകടനം, KM ഷാജി രാജിവെക്കണം. നീ എനിക്ക് വോട്ട് ചെയ്തിനോ? എന്നോട് രാജിവെക്കാൻ പറയും. വോട്ട് ചെയ്തിനോ? ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞാണ്, എനിക്കെങ്ങാനും വോട്ട് ചെയ്ത ചെവിക്കുട്ടിക്ക് പൊട്ടിക്കുന്നു പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് എന്നോട് പറയാ? എന്റെ CPM-കാർ പറയട്ടെ, കാരണം അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ജയിക്കണമെങ്കിൽ അഴീക്കോട് ജയിക്കുക, അവർ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ ന്യായമുണ്ട്. നിനക്കെങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ എങ്ങനെ പറയും? ഞങ്ങൾ ആർജവത്തോടെ ഒരു ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ 20 MLA-മാർ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല. എന്നാ ഒരു അഹങ്കാരമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങളുടെ 20 MLA-മാരുടെ പെട്ടിയിലും ഒരു വൃത്തികെട്ടവന്റെയും ഒരു തീവ്രവാദിയുടെയും ഒരൊറ്റ വോട്ടില്ല നിയമസഭയിലേക്ക് പോകുമ്പോ. അങ്ങനെ മത്സരിച്ചോരാ ഞങ്ങള്, അങ്ങനെ നിന്നോരാ. CPM-ന് വേറെ ചില വിഷയമുണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്ക് ജനങ്ങളെ ബേസ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്സ് ഇല്ല, ഒരു രാഷ്ട്രീയമില്ല, നിങ്ങളെ ഒന്നും പറയാനാവുന്നില്ല. അതെന്തുകൊണ്ടാണ് ചോദിച്ചത്? CPM-ന് ഒരു വലിയ പ്രശ്നമുണ്ട്. CPM ഒരു ജനാധിപത്യ സംഘടനയല്ല, അതൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനാണ്. CPM-ന് ഭൂരിപക്ഷമുള്ളിടത്ത് അവർ പ്രതിപക്ഷത്തെ അംഗീകരിക്കൂല. അവർ പ്രതിപക്ഷമാകുന്ന ഒരു പഞ്ചായത്തിലും അവർ ഭൂരിപക്ഷത്തെ അംഗീകരിക്കൂല. ഷുക്കൂറിന്റെ ശബ്ദം എത്ര നേർത്തതാണ്! 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, 4-ാമത്തെ ഭാഗം CPM-നാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു ചെറിയ പയ്യൻ. അവന്റെ ശബ്ദത്തെ ഭയമാണ് CPM-കാരൻ. നിങ്ങൾക്ക് ചന്ദ്രശേഖർ ഇന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. എന്നാൽ ഈ കോഴിക്കോട്ടുകാരനായ DYFI-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രശേഖരനെ അറിയില്ല. നമ്മളെ പുതിയ തലമുറയിൽ ആർക്കും. ഒരു ഗ്രാമത്തിൽ ജീവിച്ച ചന്ദ്രശേഖരനെ ഭയമാണ് നിങ്ങൾക്ക്. ഫസൽ എന്ന് പറയുന്നത് പ്രഭാതം തുടങ്ങുമ്പോ വീടുകൾക്ക് മുമ്പിൽ പത്രമിട്ട് ഇരുട്ടിൽ തിരിച്ചു പോകുന്നവരാണ്. അവനെ നിങ്ങൾക്ക് ഭയാണ്. കൊന്നു തള്ളുകയല്ലേ? നിങ്ങളൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനാണ്.
അതുകൊണ്ട് ജനാധിപത്യം നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരു ജനാധിപത്യം ഇപ്പൊ ഉണ്ടായി. അതെന്താ അറിയോ നിങ്ങള്? അത് ടെലിവിഷനും ടെലിഫോണും ഇന്റർനെറ്റും കൊണ്ടുവന്നതാണ്. ഇന്റർനെറ്റ് ഇപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാണാം ഫേസ്ബുക്കിൽ. ഇപ്പൊ പോയിട്ടുണ്ടാകും. ഞാൻ വരുന്ന വഴിയിൽ ഫേസ്ബുക്ക് നോക്കുമ്പോ ബത്തേരിയിൽ പരിപാടി, യൂത്ത് ലീഗ് പരിപാടിയിൽ പങ്കെടുത്ത് അതേ രൂപം. അങ്ങനെയാണ് സെക്കൻഡുകൾ കൊണ്ട്, ഇല്ലേ? പണ്ട് കൊടുവള്ളിയിൽ ഉപ്പുപെട്ടി ഉണ്ടാവും. ഈ പീടിയുടെ പുറത്ത് വെച്ചിരിക്കുന്ന മരത്തിന്റെ ഒരു പെട്ടി ഉണ്ടാവും. ഉപ്പുപെട്ടി എന്നാ പറയാ. ആ ഉപ്പുപെട്ടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രം, അല്ലെങ്കിൽ ബാർബർ ഷോപ്പ്. രാവിലെ തന്നെ ഒരാൾ വരും, പമ്പിച്ച വർത്തനാണ്. ജോർജ് ഡബ്ല്യു ബുഷ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുറച്ച് അദ്ദേഹത്തിന് അങ്ങനെ എടുത്ത സമീപം, അങ്ങനത്തെ വമ്പിച്ച വർത്തനാണ് പറയാ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ CPM വരും, പിന്നെ കോൺഗ്രസ്സുകാർ വരും, ലീഗുകാർ വരും. അങ്ങനെ ഉപ്പുപെട്ടി രാഷ്ട്രീയം എന്നൊരു സാധനമുണ്ട്. പണ്ടത്തെ ഉപ്പുപെട്ടിയാണ് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. പണ്ടത് ഈ ഇവിടെ മാത്രമായിരുന്നു, കൊടുവള്ളി ഇവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഈ ഉപ്പുപെട്ടി, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഉപ്പുപെട്ടി ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അമേരിക്കക്കാരൻ പ്രതികരിക്കും, റഷ്യക്കാരൻ പ്രതികരിക്കും. ഒരു ദിവസം ഞാൻ നിയമസഭയുടെ അകത്ത് നിങ്ങൾ ഐപാഡിൽ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ തീപ്പന്തമാകും. ഉടനെ ഒരു കുട്ടിയുടെ കമന്റ്, കുറച്ചു കഴിഞ്ഞാൽ തീപ്പന്തം കരിക്കട്ടയാവും. എത്ര മനോഹരമാണ്, എത്ര ഒരു രസകരമാണ്. ഞാൻ ചോദിക്കുന്നത്, പണ്ടൊക്കെ പിണറായിക്ക് മറുപടി പറയാൻ വലിയ പാർട്ടിക്കാർ പത്രസമ്മേളനം നടത്തണം. ഇപ്പൊ കൊച്ചുകുട്ടികൾ പറയാൻ. അത് പിണറായിക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയും. അങ്ങനെയാണ്. ഇത് തുറന്നു വെച്ച ഒരു ജനാധിപത്യത്തിന്റെ ലോകമുണ്ട്. ഫേസ്ബുക്ക് തുറന്നു വെച്ച, ഇന്റർനെറ്റ് തുറന്നു വെച്ച, സോഷ്യൽ മീഡിയ തുറന്നു വെച്ച, ട്വിറ്റർ തുറന്നു വെച്ച ഒരു വലിയ ലോകമുണ്ട്. ടാങ്കോ തുറന്നു വെച്ച, അല്ലെ, ഒരു വലിയ സ്കൈപ്പ് തുറന്നു വെച്ച ഒരു വലിയ ലോകമുണ്ട്. ഈ ലോകം എന്താണ്? അത് CPM അറിയാതെ വന്നത്. രണ്ടാമത്തെ ലോകം എന്താണെന്ന് വെച്ചാൽ ടെലിവിഷനാണ്. പണ്ട് സഖാക്കൾ പറയുന്നത് ചിന്ത മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി മാത്രം, അത് മാത്രം ഉണ്ടാവും. അങ്ങനെ സഖാക്കൾ ഒരുമാതിരി ഒതുക്കത്ത് കഴിഞ്ഞോണ്ടിരുന്നാണ്. അപ്പോഴാണ് വിനാശകാലയെ വിപരീത ബുദ്ധി നമ്മളെ പിണറായി വിജയനോട് തോന്നിയത്, ഒരു ടെലിവിഷൻ തുടങ്ങാം. കള്ളപ്പണൊക്കെ ഒളിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങി. ചാനൽ തുടങ്ങിയപ്പോൾ സഖാക്കളോട് പറഞ്ഞു, നിങ്ങൾ TV വാങ്ങണം. ഒരു ഭയങ്കര ഹാപ്പി. ആദ്യമായിട്ട് പാർട്ടി ഒരു സമ്മതം തരികയാണ്. എല്ലാവരും TV വാങ്ങി. TV വാങ്ങാൻ പറ്റാത്തവരൊക്കെ അവിടെ നടത്ത ഒരു കലാപം ഉണ്ടാക്കി അവിടെ പരമാവധി TV ഒക്കെ അടിച്ചു മാറ്റി. അവരെല്ലാ വീട്ടിലും TV ആയിപ്പോ പറഞ്ഞു, കൈരളി മാത്രമേ കാണാൻ പാടുള്ളൂ. സഖാക്കൾ കൈരളി മാത്രമേ വെക്കുള്ളൂ. അവർ വലിയ അച്ചടക്കമുള്ളവരാണ്. പക്ഷെ പെണ്ണുങ്ങൾ ഇത് എത്ര സഹിക്കും? ഈ അച്യുതാനന്ദനെയും പിണറായി വിജയനൊക്കെ ഈ മരമോന്ത ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല. ഇത് എത്ര സഹിക്കട്ടോ? കുറെ ബോറടിച്ചപ്പോ കൊച്ചിനലി ഒരു സിനിമ പറയുന്നില്ല, ആനക്ക് വരെ ബോറടിക്കുന്ന മാതിരി. കുറെ കഴിഞ്ഞപ്പോ ഇവര് ബോറടിക്കുമ്പോ ചാനൽ മാറ്റി നോക്കുമ്പോൾ അപ്പുറത്ത് ഇന്ത്യ വിഷൻ, ഇപ്പുറത്ത് മലയാള മനോരമ ചാനൽ, അപ്പുറത്ത് മാതൃഭൂമി ചാനൽ, അവരൊക്കെ കാണാൻ തുടങ്ങി. അവർക്ക് ലോകം മനസ്സിലായി തുടങ്ങി. അതാങ്ങൾ ഇപ്പൊ തോൽക്കുന്നതിന്റെ പൊളിറ്റിക്സ്. കണ്ണൂരില് 11 സീറ്റിൽ 6 എണ്ണത്തിലേ ജയിക്കാൻ പറ്റുള്ളൂ. 5 എണ്ണം UDF ആണ്. അതാണ് പുതിയ പൊളിറ്റിക്സ്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് മേൽ വന്ന ഒരു ജനാധിപത്യം. മറ്റൊന്ന് മൊബൈൽ ഫോണാണ്. പണ്ട് സഖാക്കൾ വമ്പിച്ച പ്രസംഗം. നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ, നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ഇവരിങ്ങനെ മേപ്പിട്ട് നോക്കൂ, ഇവിടെ റഷ്യ വെറുതെ പറയാണ്. ഇപ്പാണെ പതുക്കെ റഷ്യയിലേക്ക് നോക്കരുത്, ഉടനെ തന്നെ ഓന് അടിച്ച് അല്ല അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. 1 സെക്കൻഡാണ്. അപ്പോഴത്തേക്ക് ലോകം അവന്റെ ഉള്ളം കയ്യിലല്ലേ. അവരിത് വിവരറിയാം. CPM-കാരാ, നിങ്ങൾ അറിയാതെ ഒരു ജനാധിപത്യം നിങ്ങളുടെ പാർട്ടിക്കകത്ത് വന്നു. ആ ജനാധിപത്യം ആണ് ഇപ്പൊ പിണറായി വിജയന്റെ കുഴപ്പം. അതാണല്ലോ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു വരാൻ കഴിയാത്തത്. കഴിഞ്ഞ 3.5 മാസത്തിനിടയിൽ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് UDF-ന് LDF-ന് നഷ്ടം. 1 UDF-ന് അധികമായി, 2 BJP-ക്ക് അധികമായി. ഇല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF-ന് അനുകൂലമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിൽ നിന്ന് കുറച്ച് മാർജിൻ പുറകോട്ട് പോയി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോ, അസംബ്ലി എത്തിയപ്പോ ഒരുപാട് പുറകോട്ട് പോയി. എന്നാൽ അത്ര വലിയ വമ്പിച്ച പെർഫോമൻസ് എന്ന അഹങ്കാരമൊന്നും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും UDF-ന്റെ അതിനുശേഷമുള്ള പെർഫോമൻസോ 100 വോട്ട് തികയാതെ ജയിക്കേണ്ടി വന്ന TM ജേക്കബ് അവിടെ മത്സരിക്കുമ്പോൾ 10,000. നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ അവിടെ രാജിവെച്ച് ഞങ്ങളുടെ കൂടെ വന്ന് മത്സരിക്കുമ്പോൾ വോട്ടുകൾ കൂടുന്ന രാഷ്ട്രീയം. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്ന ചരിത്രം. 5 സീറ്റിൽ ലീഗ് മത്സരിച്ചു, 5ലും ലീഗ് ജയിച്ചു. എന്നാൽ അതിനു മുമ്പ് ജയിച്ചിട്ടുണ്ടോ? ഒറ്റ സീറ്റിൽ മാത്രം. അപ്പൊ എന്താണ്? നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുന്ന അവസ്ഥ വന്നു. പിന്നെ പഴയ പോലെ നടക്കണില്ല. ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ടോ സഖാക്കളെ നിങ്ങൾക്ക്? ഒരു സമരം. ഇപ്പൊ എന്താ പറഞ്ഞ അടുത്ത് പങ്കാളിത്ത പെൻഷൻ DYFI പറഞ്ഞു ഭയങ്കര സമരം. പങ്കാളിത്ത പെൻഷൻ സമരങ്ങൾ നടക്കണു. നമ്മൾ വിവരം അറിയുന്നില്ല. ഒരു ദിവസം പത്രത്തിൽ വായിച്ചു സമരം ഒത്തുതീർപ്പാക്കി. അപ്പൊ അതിനിടയിൽ നമ്മളെ മന്ത്രി ബാബുവിന്റെ ഒരു ടെലിവിഷൻ അഭിമുഖം, ഒരു പ്രസംഗം. അതിൽ ബാബു പറയാണ്, എന്റെ അടുത്ത് നിന്ന് രാവിലെ 3-4 സഖാക്കൾ വന്നു, പരസ്യമായിട്ട് പറയാണ്. അവർ വന്നു പറഞ്ഞു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞിട്ടൊന്ന് തീർക്കണം. ആ മുഖ്യമന്ത്രി അപ്പൊ ബാബുവേട്ടൻ പറഞ്ഞത്രേ, മുഖ്യമന്ത്രി അതിന് വഴങ്ങൂല. അവര് പറഞ്ഞു, ഒന്നും നമ്മളെ വിളിക്കാൻ പറയപ്പ, ഒന്ന് ഫോൺ ചെയ്താൽ മതി, നമ്മൾ വരും. അവർ പറഞ്ഞേ മുഖ്യമന്ത്രി വിളിക്കൂല. എന്നാ പിന്നെ ഒന്ന് മിസ് കോൾ അടിക്കാൻ പറയാം. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ആരാ വിളിച്ച്? ആ മുഖ്യമന്ത്രി. അങ്ങനെ നിങ്ങൾ തീരട്ടെ. ഈ വിവരം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഫോൺ ഓഫാക്കി മിസ് കോൾ അടിക്കുകയും വെച്ചിട്ട്. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോ രാവിലെ ഓഫീസ് തുറക്കുമ്പോൾ കുറച്ച് സഖാക്കൾ ഓഫീസിന് മുമ്പിൽ നിൽക്കണം മുഖ്യമന്ത്രിയുടെ. 2 മണിക്ക് മുഖ്യമന്ത്രിക്ക് പരിപാടി ഉണ്ടായിരുന്നു, വന്നില്ല.
മനഃപൂർവ്വം 5 മണിക്ക് ഓഫീസിൽ വന്നില്ല. 10 മണി, 11 മണി, 12 മണി. എല്ലാരും പറഞ്ഞു നിങ്ങൾ പോണ്ട. പക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ഹൃദയത്തിൽ അലിവുള്ള ആളാണ്. ഇനി മോശമല്ലേ, സഖാക്കളാണെങ്കിൽ ചായ കുടിക്കുക, ബിസ്ക്കറ്റ് തിന്നുക, ചായ കുടിക്കുക, ബിസ്ക്കറ്റ്, ഇതെന്ത് എത്ര നേരെ തിന്നുക. അങ്ങനെ 12 മണിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ വന്നപ്പോൾ എന്തൊക്കെ വിഷയം, ഞങ്ങൾ കുറച്ചേരെ വന്നിട്ട് പോട്ടെ, വേറെ ചർച്ചയൊന്നുമില്ല. ദേശാഭിമാനി ചർച്ച നടത്തി. എന്ത് ചർച്ചയോ? നിങ്ങൾ എന്തിനാ അവരെ നടത്തിയത്? നിങ്ങൾ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്താ ഉറപ്പാകുന്നത്? ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ സമരം എന്താണ്? മിച്ചഭൂമി സമരം. പിരിച്ചുവിട്ടപ്പോഴാണ് ആ സമരം നടന്നു കയറുന്നത് നമ്മൾ അറിയുന്നത്. അതുവരെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. മാതൃഭൂമി എഴുതിയത് പിണറായി വിജയൻ പറഞ്ഞു, സഖാക്കളെ അറസ്റ്റ് ഭരിക്കണം. സഖാക്കൾ മനസ്സ് പറഞ്ഞു, പോയി പണി നോക്കുക. അതിനൊന്നും ഓരോ ഒറ്റ കുട്ടി അറസ്റ്റ് ഭരിച്ചില്ല. നിങ്ങൾ ആരായിരുന്നു സഖാക്കളെ? തീപ്പന്തായിരുന്നു. സത്യത്തിൽ പിണറായി വിജയൻ പറയാൻ, സഖാക്കളെ നിങ്ങൾ തീപ്പന്തമാകണം. സഖാക്കൾ പറയാൻ, ആര് തീപ്പന്താവണം? പിണറായി വിജയന്റെ ഒരു മോനില്ലേ, വിവേക് കിരൺ, ഓൻ തീപ്പന്താവോ? അവൻ ലണ്ടനിലാണ്. അവിടെ 0 ഡിഗ്രി തണുപ്പാണ്. തീപ്പന്തം പോയിട്ട് മേത്തിരി കത്തൂല. അതുകൊണ്ട് ഓനില്ല. എന്നാ പിന്നെ MA ബേബിന്റെ മോൻ തീരെ കിട്ടൂല. ശ്രീമതി ടീച്ചറുടെ മോൻ വരുന്ന പ്രശ്നമില്ല. കൊടിയേരിന്റെ 2 പുലി പോലത്തെ മക്കൾ തീരെ കിട്ടൂല. എന്നാ പിന്നെ തോമസ് ഐസക്കിന്റെ മോൻ, അവൻ ഇങ്ങോട്ട് വരുത്തേയില്ല, അമേരിക്കൻ പൗരനാണ്. പിന്നെ ആര് തീപ്പന്താവൂടോ? കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികൾ, പാവപ്പെട്ട കുടുംബങ്ങളിൽ പറന്നവൻ ഇല്ലേ? ഒരു നല്ല വീട്ടിൽ പറഞ്ഞ സഖാവിന്റെ മോനും വരൂല. പിന്നെ ആര് തീപ്പന്താവണം? പണ്ടെങ്ങനെ അറിയോങ്ങള്? പണ്ട് ഇപ്പൊ കണ്ണൂരിൽ പരിപാടി ഏർപ്പാട് നടക്കാത്തെന്താ അറിയങ്ങള്? വേറൊന്നുമല്ല, പണ്ട് പറയലാണ്, സഖാക്കൾ ഓഫീസ് കൂടി പറയും, അവനങ്ങ് തട്ടിയേക്ക്. അപ്പൊ സഖാവ് ചാടി ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ പോകാൻ നോക്കലാണ്. നോക്കുമ്പോ ഒന്ന് തിരിച്ചു വന്ന് ചോദിക്കാം, അല്ല സഖാവെ, കൊല്ലാം, പോലീസ് പിടിച്ചാലോ? കുടുംബം നമ്മൾ നോക്കുന്നു. നേരെ പോയിട്ട് കൊല്ലലാണ്. ഓനെ കിട്ടിയോനെ കൊല്ലും. എന്നിട്ട് വരുത്താനോ പോലീസ് പിടിക്കും, ജയിലിൽ പോകും. സഖാക്കൾ ഉടനെ പിരിവ് നടത്തും. 10 ലക്ഷം റുപ്യ. കുടുംബം ഹാപ്പിയായി. ഇവൻ മരിക്കണവരെ നടന്നാൽ 10 റുപ്യ ഉണ്ടാക്കൂല. അതായത് കുർത്തകളുള്ളവരാണ്. അതുകൊണ്ട് കുടുംബം ഹാപ്പി, ഇവനും ഹാപ്പി, ജയിലിൽ സൗകര്യം. അങ്ങനെ കഴിഞ്ഞു പോരലായിരുന്നു. ഇപ്പൊ ജയരാജൻ പറയണു, പോയി കൊന്നിട്ട് വാ. ഓൻ പതുക്കൊന്നും എഴുതുന്ന കുഷാറൊന്നും ഉണ്ടാവില്ല. കൊല്ലാം സഖാവ്. പക്ഷെ പോലീസ് പിടിച്ചാൽ കുടുംബം നമ്മൾ നോക്കും. അപ്പൊ പറയും, അതന്നെ പ്രശ്നം. ഞാനില്ലാത്ത നേരത്തെ നിങ്ങൾ കുടുംബത്തിൽ വന്നാൽ ശശിന്റെ ആൾക്കാരാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മനസ്സമാനത്തെ ജയിലിൽ കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആളെ കിട്ടുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. സഖാക്കളെ, പടയ പോലെ ആളുകൾ വരുന്നില്ല. ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്ന വമ്പിച്ച അപജയമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോവാൻ? സഖാക്കൾക്ക് ചെറിയ സംശയങ്ങളേ ഉള്ളൂ. വലിയ സംശയത്തിനുള്ള ബുദ്ധിയൊന്നും ഇപ്പൊ അവർക്കില്ല. ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, പണ്ട് യൂത്ത് ലീഗ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പിണറായി വിജയന്റെ ഒരു വീടിനെ കുറിച്ച്, കുറെ വർഷം മുമ്പാണ്. അതിനുശേഷം നിങ്ങൾക്ക് കൈരളിയിൽ ആ വീടൊന്ന് കാണിക്കായിരുന്നല്ലോ, ദേശാഭിമാനിയിൽ ഫോട്ടോ കൊടുക്കായിരുന്നല്ലോ, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിലോ കൊടുക്കായിരുന്നല്ലോ. എന്താണ് സഖാവേ, ഒരു സുതാര്യമായി ജീവിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് മാക്സ് പറഞ്ഞിട്ടില്ലേ? എന്താ നിങ്ങൾ കൊടുക്കാതിരുന്നത്? പിണറായി വിജയന്റെ കയ്യിൽ നിന്നൊരു വെടിയുണ്ട പിടിച്ചല്ലോ, അത് പോലീസ് കേസായതല്ലേ, പത്രത്തിൽ വന്നതല്ലേ, ഉണ്ടായിരുന്നല്ലോ, അത് സത്യമാണല്ലോ. സഖാക്കളുടെ സംശയം, ചെറിയ സംശയമുണ്ട്. അപ്പൊ ഉണ്ട്, തോക്കവിടെ ഉണ്ടല്ലേ? തോക്കില്ല, അത് ഉണ്ടോണ്ട് മാത്രം ആളെ എറിഞ്ഞു കൊല്ലാൻ അച്യുതാനന്ദന് അത്ര വലിയ പോയത്തക്കാരനാണല്ലോ പിണറായി. തോക്കവിടെ? മറുപടി ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. സിംഗപ്പൂരിലേക്ക് ചെന്നൈയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയതിന് 997 അവാർഡ് കിട്ടിയ ആളാണ് നമ്മുടെ പിണറായി വിജയൻ. നിങ്ങൾ സ്വീകരണം കൊടുക്കേണ്ടതാണ്. സഖാക്കൾ കൂടിയിട്ട് സിംഗപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ പോയതാ. സഖാക്കൾ ചോദിക്കുന്നത്, നിങ്ങൾ റഷ്യയിൽ പോയതല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കബറിങ്ങൾ പോയതാന്ന് പറയാം, ചൈനയിൽ പോയതാണ്, എന്റെ മമ്മീനെ കാണാൻ പോയതാന്ന് പറയാം, ഇനി ബംഗാളിൽ പോയ എപ്പോ തിരിച്ചു വരും നോക്കാൻ പോയതാന്ന് പറയാം. നിങ്ങൾ എന്തിനാണോ ഈ സിംഗപ്പൂരിൽ പോയത്? അതിന് ഇത്രമാത്രം അവാർഡ് കിട്ടിയത്? സഖാക്കളുടെ നേരിയ സംശയങ്ങൾക്ക് പോലും മറുപടി തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവർക്കറിയാം, പിണറായി വിജയൻ ഇടക്കിടക്ക് പറയാൻ, എന്താണ്, ഈ CPM-നെ തകർക്കാൻ മറ്റൊരാളെയും ഞാൻ അനുവദിക്കില്ല, എന്ന് വെച്ചാൽ ഞാൻ തന്നെ ശരിയായിക്കൊള്ളാന്നാണ്. അത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് അണികൾക്ക് കൃത്യബോധ്യമുണ്ട് സഖാവേ. അതാ പ്രശ്നം. പാർട്ടി പണ്ടൊക്കെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ കമ്മിറ്റിയാണ്. ഇപ്പൊ എന്താണ് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുന്നത്? എന്താണ്, അച്യുതാനന്ദന്റെ PA-നെ മാറ്റണോ? അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു, മാറ്റണം. കാര്യം എന്താണ്? ഞങ്ങൾക്ക് അച്യുതാനന്ദൻ പ്രായമുള്ളൊരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ സഭയിൽ വന്ന് ഒരു സ്റ്റെപ്പ് കയറി, അവിടെ 2 ആൾ പിടിച്ചു നിന്ന്, 2ാമത്തെ സ്റ്റെപ്പ് കയറി, പ്രായമാകുമ്പോൾ സ്വാഭാവികം, അത്രയേറെ വയസ്സുണ്ട് അയാൾക്ക്. ഇപ്പോഴും അയാൾ നടക്കുന്നത് അത്ഭുതമാണ്, അയാൾ ആരോഗ്യത്തിന്റെ കഴിവാണ്. അതിനെ പരിഹസിക്കില്ല. പക്ഷേ CPM പറഞ്ഞ, പിണറായി വിജയൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇയാൾ ഇങ്ങനെ നടന്നു വീഴാൻ പോകുമ്പോ ഈ 2 സ്റ്റാഫ് കയറി പിടിക്കരുത്, അങ്ങ് വിടുകയെന്നല്ലാണ്ട് അങ്ങ് തീരട്ടെ നീരിക്കേണ്ടതാണ്. അതാ മൂപ്പര ദേഷ്യം. പിണറായി വിജയന്റെ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ വീഴുമ്പോ സ്റ്റാഫ് പിടിക്കണമെന്നുള്ളതാണ്. എന്റെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഞാൻ എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ നിങ്ങൾ ഉപയോഗിച്ചോ ലീഗുമായി ഡിബേറ്റ് ചെയ്യാൻ. രാജ്യത്തിലെ മൂലാച്ചികളെ, വർഗീയവാദികളെ, ഭീകരവാദികളെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത്. ഷുക്കൂറിന്റെ കേസ് വന്നപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് ശുചായികൾ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ലീഗ്? ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂറിന്റെ കേസ് വന്നപ്പോ, ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ കേരളം ഭരിക്കുന്നത് UDF ആണ്. മോഹനൻ ജയിലിലാണ്. എത്ര പേർ ജയിലിലാണ്? എത്ര പേർ? ഞാൻ ചോദിക്കട്ടെ, ജയരാജൻ എന്ന് പറയുന്നവനെ എന്ത് വകുപ്പിന്റെ ദുർബലതയുണ്ടെങ്കിലും 28 ദിവസം ജയിലിന്റെ ഇരുട്ടറയിൽ തള്ളിയത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ പോലീസാണ്. ഞങ്ങൾ ആ കേസ് കൈകാര്യം ചെയ്യുമ്പോ, എടോ NDF-കാരാ, ഫസലിനെ കൊന്നിട്ട് നിന്റെ ഇഷ്ടപുത്രൻ കൊടിയേരിയല്ലേ കേരള ആഭ്യന്തരമന്ത്രി? കാരായി ഇങ്ങനെ നടന്നിട്ടില്ലേ? തലശ്ശേരി അങ്ങാടി കൂടെ തേരാപാര ഒരു രോമത്തിൽ തൊട്ടോ? നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? CBI പറയേണ്ടി വന്നു. CBI അപ്പൊ പറയാണ് ഞങ്ങൾ CBI-നെ കൊണ്ടുവന്നില്ലേ? CBI-നെ കൊണ്ടാ നീ എന്തിനാണോ കരാട്ട പഠിച്ചത്? CBI-നെ കൊണ്ടാ നീ എന്തിനാ കുങ്ഫു പഠിച്ചത്? നിങ്ങൾ CBI ഒക്കെ ഞങ്ങൾ പറയുന്ന സിസ്റ്റം അല്ലേ? പോലീസ് CBI എന്നൊക്കെ പറഞ്ഞ രാജ്യത്തെ വ്യവസ്ഥിതി അംഗീകരിക്കുന്ന ഞങ്ങളെ സിസ്റ്റം അല്ലേ? നിനക്കെന്തിനാണോ വട്ടപ്പാതിലേക്ക് നായിന്റെ തല വെട്ടിട്ടും വാഴമല വെട്ടിട്ടൊക്കെ കരാട്ടിയും കുങ്ഫും വെട്ടലും കുത്തലും പഠിക്കണം? നിനക്കെന്തിനാ CBI? നിനക്കെന്തിനാ ക്രൈംബ്രാഞ്ച്? നീ കാരായിയുടെ രോമത്തിൽ തൊട്ടില്ല. ഈ അബൂബക്കർ മാഷ് നിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്, തൊട്ടില്ല. എന്നാൽ നിയമത്തിന്റെ വ്യവസ്ഥിതിയിൽ ആ മാർഗത്തിൽ ജനാധിപത്യപരമായ പോരാട്ടം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആ വഴിക്ക് പോകും. അതുകൊണ്ട് അതിന്റെ അളവൊന്നും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഫസലിനെ കൊന്നു തള്ളിയിട്ട് CPM-ന് വേണ്ടി പ്രസംഗിച്ചവർ നിങ്ങളാ. ഞങ്ങൾ ആദ്യമായി തലശ്ശേരിയിൽ പറഞ്ഞത് കൊന്നത് CPM ആണെന്ന്, ഇല്ലേ? കൊന്നത് CPM ആണെന്ന്. അതിന് NDF-കാരന്റെ മറുപടി പ്രസംഗം ഞാൻ കേട്ടതാണ്. 1.5 മണിക്കൂർ നേതാവുകളെ ഈ കുന്നമംഗലത്തുകാരൻ കയറി പ്രസംഗിക്കുകയാണ്. എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ അവസാനം ഇങ്ങനെ വിയർപ്പിങ്ങനെ തുടച്ചിട്ടു. എന്നാൽ സഹോദരന്മാരെ, അവസാനത്തെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, എന്നാൽ സഹോദരന്മാരെ, ഇപ്പോൾ കേൾക്കുന്നു, നമ്മുടെ സഹോദരനെ കൊന്നത് പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണത്രേ. അല്ലാഹുവേ, ഫസലിനെ കൊന്നവരെ നീ CPM ആക്കരുത്. ദ്വാരക്കൻ ഒറ്റുകൊടുത്തു. കൊടിയേരിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഫസലിന്റെ ചോര വിറ്റവരാ നിങ്ങൾ. നിങ്ങൾക്കത് ശീലമുണ്ട്. പണത്തിനു വേണ്ടി സമുദായത്തെ അല്ല, അതിനപ്പുറമുള്ളതും വിൽക്കാൻ മടിയില്ലാത്ത നിങ്ങൾക്ക് പണമാണ് താല്പര്യം. നരേന്ദ്രമോദിക്ക് പണവും അധികാരവുമാണെങ്കിൽ നിങ്ങളുടെയും വിഷയവും പണവും അധികാരവുമാണ്. ആദർശത്തിന്റെ നിലപാടുകളുമായി 66 കൊല്ലം നടത്തുന്ന ഈ ജൈത്രയാത്ര അത് തുടരുക. ഈ സമ്മേളനം അതിന്റെ ആവേശമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.